നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചരിത്രപരമായ ഒരു തെറ്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നതാണ്. ആദ്യത്തെ പ്രധാനമന്ത്രിയായി ആര് വരണമെന്നുള്ള തീരുമാനം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉണ്ടാകുമ്പോൾ മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷമല്ല എല്ലാവരും പിന്തുണച്ചത് ഇന്ത്യ എന്ന രാജ്യത്തെ ഏകീകരിപ്പിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കണമെന്നായിരുന്നു. പക്ഷേ ആ യോഗത്തിലേക്ക് നാടകീയമായി കടന്നു വന്നിട്ട് നെഹ്റു ആ തീരുമാനം അട്ടിമറിച്ചിട്ട് നെഹ്റുവല്ല ഗാന്ധി ആ യോഗത്തിലേക്ക് നാടകീയമായി കടന്നു വന്നിട്ട് ആ തീരുമാനത്തെ അട്ടിമറിച്ച് നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കി എന്ന് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ നിന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ചരിത്രത്തെ ബേസ് ചെയ്തെഴുതിയ ഒരു ഫിക്ഷൻ സ്വഭാവത്തിലുള്ള ഒരു പുസ്തകമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. എന്നാലും അതിലൂടെ ഒരുപാട് മറച്ചു വയ്ക്കപ്പെട്ട ഒരുപാട് ചരിത്ര വസ്തുതകൾ പുറത്തേക്ക് കൊണ്ടുവന്ന പുസ്തകമാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ വീണ്ടും നെഹ്റു എങ്ങനെ പ്രധാനമന്ത്രിയായി, അത് ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായ തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ ചതിയായിരുന്നു. ഭാരതത്തോട് ഗാന്ധി ചെയ്ത ചതിയായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. അത് BJPയുടെ ഒരു മുഖപത്രത്തിൽ വന്ന ലേഖനത്തെ തുടർന്നാണ് ഈ ചർച്ചകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വസ്തുത എന്താണ്? ഇത് നവംബർ 10 ഈ ഗുജറാത്തി BJP ദ്വൈവാരിക മനോഗത് അതിൻ്റെ എഡിറ്റർ സുരേന്ദ്ര പട്ടേൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഗുജറാത്തിലെ BJP നേതാവാണെന്ന് മാത്രമല്ല ഗുജറാത്തിലെ BJPയുടെ സംസ്ഥാന ട്രഷററുമാണ്, മനോഗതിൻ്റെ എഡിറ്ററുമാണ്. അപ്പോൾ പട്ടേലിൻ്റെ 150ാം ജന്മവാർഷികം പ്രമാണിച്ച് ഈ നവംബർ 10 പട്ടേലിനെ പറ്റി ഉള്ള മുഖപ്രസംഗത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പട്ടേലിനെയാണ് PCCകൾ മുഴുവൻ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷെ നെഹ്റുവിനെ ഈ ഗാന്ധിയുടെ നിർബന്ധം കാരണം ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് ഗാന്ധി കാണിച്ച ഹിമാലയൻ വങ്കത്തരമായിരുന്നു എന്ന് മുഖപ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ദേശീയ പത്രങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പട്ടേലിനോട് BJPക്ക് ഈ അവസരവാദ സമീപനമാണെന്ന് ഇതിന് മറുപടിയായിട്ട് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുമുണ്ട്. അതായത് പട്ടേലിനെ അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ടൊന്നുമല്ല, നെഹ്റുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പട്ടേലിനെയും താങ്ങി നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അത് ശരിയല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം പട്ടേൽ പ്രതിമയൊക്കെ അത് ശരിക്കുള്ള എന്താ പറയുക, ഒരു സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യക്തിത്വമായിരുന്നു പട്ടേലിൻ്റേത്. ഇന്ത്യയുടെ സംസ്കൃതിയുമായിട്ട് ചേർന്ന് പോകുന്ന വ്യക്തിത്വമായിരുന്നു പട്ടേലിൻ്റേത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അതിപ്പോൾ നമ്മുടെ മറ്റേ സോമനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യമായാലും RSSൻ്റെ നിരോധനത്തിൻ്റെ കാര്യമായാലും ഒക്കെ പട്ടേലുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ഇതൊക്കെ, ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന ആളാണ് നെഹ്റു. പട്ടേൽ അങ്ങനെയല്ല. അപ്പോൾ പട്ടേൽ എന്ന് പറഞ്ഞ ഗാന്ധി എന്ന് പറഞ്ഞാലും അദ്ദേഹം അനുസരിക്കുമായിരുന്നു. മറ്റേ ഗുജറാത്തിൽ നിന്ന് ഒന്നിച്ച് വന്ന ആളുകളാണ്. അങ്ങനെയാണ് പട്ടേലിന് ഇത് മനസ്സോടെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നത്. ആ പട്ടേലിന് ഒരിക്കലല്ല വഴങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. പട്ടേലിന്റെ ഈ സൗമനസ്യം, തന്നോടുള്ള ആദരവ് വല്ലാതെ ഗാന്ധി മുതലെടുത്തു അല്ലേ? എടുത്തിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് നെഹ്റുവിന്റെ കാര്യത്തിൽ പട്ടേലിന് പറ്റിയിട്ടുണ്ട്. ഗാന്ധി പറയുമ്പോൾ ഒരിക്കലും പറ്റില്ല ബാപ്പു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. ബാപ്പു പരിവേഷം നന്നായി ചൂഷണം ചെയ്ത ആളാണ് ഗാന്ധി. അതെ. മാത്രമല്ല ഈ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. ഗാന്ധി തന്നെ പറയുകയാണ്, ഗാന്ധി ഈ ഒരു പശുക്കുട്ടി അതിൻ്റെ കാലൊടിഞ്ഞിട്ട് ഈ ആശ്രമത്തിൽ, സബർമതി ആശ്രമത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. കാലൊടിഞ്ഞിട്ട് പശുക്കുട്ടി. അപ്പോൾ ഗാന്ധി പട്ടേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചിട്ടേ മരുന്ന് കുത്തിവെച്ചിട്ട് ഈ പശുക്കുട്ടിയെ കൊന്നേക്ക് എന്ന് പറഞ്ഞു ഗാന്ധി. അത് ശരി. അഹിംസയുടെ പ്രവാചകനാണല്ലോ പുള്ളി. അല്ല, അഹിംസയും ഗോവധ നിരോധനവും മുന്നോട്ട് വെച്ച ആളാണ്. ഇതിന് അപ്പോൾ പട്ടേൽ പറഞ്ഞു, ഇത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലുള്ളതാണെന്നേ. അപ്പോൾ പട്ടേൽ പറഞ്ഞു, അല്ല ബാപ്പു, നമ്മൾ അങ്ങനെ ചെയ്താൽ ആളുകൾ പലതുമൊക്കെ നമ്മൾ ഈ സംഭാവന പിരിക്കാനായിട്ട് ഇറങ്ങാൻ പോവാണ്, കോൺഗ്രസിൻ്റെ കാര്യത്തിനും ആശ്രമത്തിൻ്റെ കാര്യത്തിനുമൊക്കെ. അപ്പോൾ ഇവിടെ ഒരു പശുക്കുട്ടിയെ കൊന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സംഭാവന ചെയ്തിരുന്നാലോ എന്നൊക്കെ പട്ടേൽ ചോദിച്ചു. ഇത് ഗാന്ധി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല, അതിനെ കൊന്നേക്കാൻ പറഞ്ഞു. ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതിന് കൊന്നു, പശുക്കുട്ടിയെ കൊന്നു.
ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ ചെറുകഥകളിലൊന്ന് ഇതാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് സക്രിയ ഒരു കഥ എഴുതിയിരുന്നു. ഗോഡ്സെയും ഗാന്ധിയും തമ്മിലുള്ളൊരു കൺഫ്രണ്ടേഷൻ. അപ്പം എൻ്റെ മനസ്സിൽ ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഈ കഥ കിടക്കുന്നതുകൊണ്ട് ഇതാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കഥ എഴുതി. ഈ പശുക്കുട്ടിയെ സ്വർഗത്തിൽ വെച്ചിട്ട് ഈ പശുക്കുട്ടി ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ കഥ. എന്നെ എന്തിനും അങ്ങനെ കൊന്നു എന്നും ചോദിച്ചിട്ട്. അത് കൊള്ളാലോ. അപ്പോൾ പിന്നീട് സക്കറിയ പറഞ്ഞു ഉഗ്രം കഥ. അതിപ്പോൾ സാറിൻ്റെ DC ഇറക്കിയ പുസ്തകത്തിലുണ്ടാക്കുന്നുണ്ട്, അതൊന്ന് വായിക്കാൻ തരണേ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ട് ഞെട്ടിപ്പോയതാ, പുസ്തകം വായിക്കുമ്പോൾ. എന്നിട്ട് എഴുതിയതാ. അപ്പോൾ നെഹ്റു പട്ടേലുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു. ഗാന്ധി അത് പറഞ്ഞിട്ടും പട്ടേൽ ചെയ്തു. ആദ്യം ഒരു ഇത് പറഞ്ഞെങ്കിലും വൃത്തികേടാണെങ്കിലും ബാപ്പു പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഈ മുഖപ്രസംഗത്തിൽ ഈ സുരേന്ദ്ര പട്ടേൽ പറയുന്നത് ഇതാണ്: നെഹ്റുവിൻ്റെ കപട പ്രത്യയശാസ്ത്രം രാജ്യത്തിൻ്റെ സംസ്കൃതിയെ ആക്രമിച്ചു. കമ്മ്യൂണിസ്റ്റ് തോന്നലുകൾക്ക് വേര് കിട്ടി നെഹ്റുവിൻ്റെ ഭരണത്തിൽ. സനാതന ധർമ്മത്തിനല്ല. രാമായണ കാലത്തെ വിശ്വാസത്തിൽ ആധാരമായ നല്ല ഭരണമെന്ന ലക്ഷ്യം പാളം തെറ്റിക്കാൻ നെഹ്റു ഭാവനാതീതമായിട്ട് ശ്രമിച്ചു പറഞ്ഞിട്ടുണ്ട്. വിദേശ നയം പൊള്ളയായിരുന്നു നെഹ്റുവിൻ്റെ. കാശ്മീർ ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നത് നെഹ്റുവിൻ്റെ വിദേശ നയം കാരണമാണ്, പൊള്ളയായതുകൊണ്ടാണ്. പാകിസ്ഥാൻ്റെ നയം, ഇന്നത്തെയും പാകിസ്ഥാൻ്റെ കശ്മീർ നയം നമ്മളെ പരോക്ഷമായി മുറിവേൽപ്പിക്കുന്നു. പരോക്ഷമായിട്ടൊന്നുമല്ല, പ്രത്യക്ഷമായിട്ടും മുറിവേൽപ്പിക്കുന്നുണ്ട്. മുറിവേൽപ്പിക്കുക മാത്രമല്ല, ബ്ലീഡ് ചെയ്യുന്നു, നിരന്തരം. അയ്യോ, ഇപ്പോഴും എന്തൊക്കെ അക്രമങ്ങൾ. ഇന്ത്യ ചൈനയുടെ തമ്മാടിത്തത്തെ സഹിക്കുന്നു നെഹ്റുവിൻ്റെ നയം കാരണം. മറ്റു രാജ്യങ്ങളുടെ മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല നെഹ്റുവിൻ്റെ നയം കാരണം. ചേരാ നയം എന്ന് പറഞ്ഞ നെഹ്റുവിൻ്റെ നയം ഇന്ത്യയുടെ അസ്തിത്വത്തെ ദുർബലമാക്കി. നമുക്ക് പ്രസംഗത്തിൽ പറയാം. അപ്പോൾ ഗാന്ധിയുടെ തെറ്റായ ഈ ആർബിട്രറി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? തർക്കം വിഷയമായ, അല്ലേ, തർക്കമുള്ള ആർബിട്രറി ആയ ഡിസിഷനായിരുന്നു നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളതാണ്. എല്ലാവരും സമ്മതിക്കാത്തത് അതാണല്ലോ ആർബിട്രറി, സമവായമില്ലാത്തത്, ഏകപക്ഷീയമായ ഗാന്ധിയുടെ തീരുമാനം. തെറ്റായ അങ്ങനത്തെ തീരുമാനം നെഹ്റുവിൻ്റെ നയത്തെ പോലെ തന്നെ ഇന്ത്യയുടെ ഇന്നത്തെ ദുരിതത്തിന് ഉത്തരവാദിയാണ്. ഗാന്ധി ഉത്തരവാദിയാണെന്ന്, നെഹ്റുവിനെ പോലെ തന്നെ ഉത്തരവാദിയാണ്. അഹിംസ കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഗാന്ധി മഹാത്മാവ് എന്നറിയപ്പെട്ടിരിക്കാം. പക്ഷെ ചരിത്രം ഗാന്ധിയെ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ പിതാവായി വിലയിരുത്തും. ശരിയാണല്ലോ, ശരിയാണ്. നെഹ്റുവിന് വേണ്ടിയിട്ടാണ് ഗാന്ധി സത്യത്തിൽ ജീവിച്ചത്. കപട മതേതരത്വം അതാണ് നെഹ്റു കൈയാളിയത്. വിദേശ സ്വഭാവമാണ് നെഹ്റുവിനെ ഭരിച്ചത്. അതുകൊണ്ടാണ് സാംസ്കാരിക ആക്രമണങ്ങൾക്ക് നെഹ്റു മുതിർന്നത്. ഇത്രയും അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഗാന്ധിയുടെ ഹിമാലയൻ മണ്ടത്തരം തിരുത്തേണ്ടത് നമ്മളാണ്, അതാണ് മോദി ചെയ്യുന്നത് എന്ന് മുഖപ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് മുഖപ്രസംഗത്തിൻ്റെ സത്ത. അതാണ് ചർച്ച. കോൺഗ്രസ്സുകാരും ഇപ്പോൾ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഗാന്ധിയുടെ കോൺഗ്രസ്സുകാർ അത് എന്തിന് എതിർക്കുന്നത്? എന്ത് പറഞ്ഞാൽ എതിർക്കുന്നത്? അല്ല, കോൺഗ്രസ് പട്ടേലിനെ അവസരവാദപരമായിട്ട് BJP ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ പട്ടേലിനോട് BJPക്ക് സ്നേഹം ഉണ്ടായിട്ടല്ല എന്ന്. വെറുതെ ഒരു ഓപ്പർച്യൂണിസമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നെഹ്റുവും പട്ടേലും തമ്മിലുള്ള ബന്ധം എന്നൊക്കെയാണ്. പട്ടേൽ നേരത്തെ മരിച്ചുപോയത്, ഉപപ്രധാനമന്ത്രിയായിരുന്നു, എന്നാലും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഗാന്ധി സത്യാഗ്രഹം കിടക്കുന്നുണ്ടല്ലോ, ഉപവാസം. പാകിസ്ഥാന് ഇന്ത്യ സമ്മതിച്ച പൈസയും തുകയും ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ കാൽനട യാത്ര പോവും, അതിന് മുമ്പുള്ള ഉപവാസമാണെന്ന് പറഞ്ഞിട്ട് നെഹ്റുവിനെയും പട്ടേലിനെയും ഗാന്ധി വിളിക്കുന്ന രംഗം ഈ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇനി പരസ്പരം സംസാരിച്ച് സഹകരിച്ച് നടക്കണമെന്ന് രണ്ടുപേരെയും വിളിച്ചിട്ട് കിടക്കയുടെ അരികിൽ വിളിച്ചിട്ട് ഉപദേശിക്കുന്ന ചിത്രമുണ്ട് ആ പുസ്തകത്തിൻ്റെ അകത്ത്.
അപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഉം. കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത് ശരിയല്ല, അതാ ഞാൻ പറയുന്നത്. അല്ലാതെ പട്ടേലിന് നെഹ്റുവിന് ഇഷ്ടമല്ലായിരുന്നു, ഉം. നെഹ്റുവിൻ്റെയും നയങ്ങളും ഇഷ്ടമല്ലായിരുന്നു. മുമ്പ് ഞാൻ മറ്റേ സർദാർ കെ എം പണിക്കറിൻ്റെ കാര്യത്തിലൊക്കെ അത് പറഞ്ഞിട്ടില്ലേ. സർദാർ കെ എം പണിക്കരെ നെഹ്റു ചൈനയിൽ സ്ഥാനപതിയാക്കി. സ്ഥാനപതി പോയിട്ട് ചൈനയുടെ ഭാഗത്ത് ചേർന്നു, ചീനയുടെ ചാരനെ പോലായി. ചാരനെ പോലെയായി. ആ പട്ടേലിനെ ഇഷ്ടപ്പെട്ടില്ല. പട്ടേലിൻ്റെ കത്തുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ പണിക്കർക്കെതിരെ നെഹ്റുവിനുമൊക്കെ എതിരെ. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് ഗാന്ധി നെഹ്റുവിനെ ഈ ഗാന്ധിയുടെ ജീവിതത്തിൽ ഉടനീളം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഇത് ഒരു ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു രാജ്യമായതുകൊണ്ട് അവരെ പോലെ തന്നെ തുടർച്ചയായി ഭരിക്കാൻ കഴിയുന്ന ഒരാൾ, സിവിലൈസ്ഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡബിൾ കോട്ടി പറയാം, അങ്ങനത്തെ ഒരാളാണ് നെഹ്റു എന്ന് കണ്ടിട്ടാണ്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം 20 കഷ്ണമാവും എന്ന് ചർച്ചിൽ പറഞ്ഞിരുന്നു, വിൻസ്റ്റൺ ചർച്ചിൽ. നെഹ്റു കോൺഗ്രസ്സിൽ മറ്റേ ഇടതുപക്ഷവും പട്ടേൽ വലതുപക്ഷവുമായിരുന്നു. ഈ രാജ്യത്തിന് സ്ഥിരതയുണ്ടാക്കിയത് പട്ടേലാണ്. ആ ഇൻ്റഗ്രേഷൻ വഴി പല സംസ്ഥാനങ്ങളെയും പിടിക്കുക, VP മേനോൻ്റെയൊക്കെ കൂടെ പോയിട്ട്. അപ്പോൾ 1946 വേനലിൽ ഗാന്ധി ഈ നെഹ്റുവിന് വേണ്ടി ബാറ്റ് ചെയ്യാൻ തുടങ്ങി. 1940 ശേഷമുള്ള കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയാണ്. അതുവരെ മൗലാന അബുൽ കലാം ആസാദായിരുന്നു പ്രസിഡന്റ്. പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ അബുൽ കലാം ആസാദിൻ്റെ പിൻഗാമി, അബുൽ കലാം ആസാദ് പ്രസിഡന്റ് ആകുന്ന MN റോയിയെ തോൽപ്പിച്ചിട്ടാണ്. MN റോയിയെ അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പുറത്താക്കിയപ്പോൾ അയാൾ ഇങ്ങോട്ട് പോകുന്നല്ലോ, റഷ്യക്ക് വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ ശരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബീജാഭാവം നടത്തിയ റോയിയാണ്. അതെ, താഷ്കെൻഡിൽ. അവിടെ വന്നിരുന്ന വേറെ ആളുകളെയൊക്കെ പിടിച്ചിട്ട്, പ്രത്യേകിച്ച് മുസ്ലിമുകളെ, ഇസ്ലാമിസ്റ്റുകളെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ മെയ് ഒടുവിൽ തിരഞ്ഞെടുപ്പ് നടക്കണം. 1946 മെയ് 9 JB കൃപലാനി ഒരു പ്രസ്താവന ഇറക്കി. ജനറൽ സെക്രട്ടറിയാണ് കൃപലാനി. കൃപലാനിയും പട്ടേലും സ്ഥാനാർത്ഥികളായിരുന്നു. അവർ പിൻവലിച്ചു ഗാന്ധി പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിത്വം. എന്നിട്ട് ഈ പ്രഖ്യാപനം ശരിക്കും മറ്റേ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇന്നാരായിരിക്കുന്നു പ്രഖ്യാപിക്കേണ്ടതിന് എത്രയോ മുമ്പേ കൃപലാനി പ്രസ്താവന ഇറക്കി, നെഹ്റു പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പ്രസ്താവന ഇറക്കി, വിജ്ഞാപനം. നല്ല ഗ്രൂപ്പ് കളിയായിരുന്നു അല്ലേ? പട്ടേലും മറ്റേ കൃപലാനിയും ആളുകൾ ഞെട്ടിപ്പോയി. ഏപ്രിൽ 20 തന്നെ, മെയിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്, ഏപ്രിൽ 20 തന്നെ ഗാന്ധി ആസാദിനോട് പറഞ്ഞു നെഹ്റു ആയിരിക്കണം പ്രസിഡന്റ് എന്ന്. നെഹ്റുവിനെ പിന്തുണച്ചുകൊണ്ട് ആസാദ് പ്രസ്താവന ഇറക്കി, ഗാന്ധി പറഞ്ഞിട്ട് നെഹ്റു ആയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രവിശ്യ കമ്മിറ്റികൾ, PCCകൾ, AICCയുടെ PCCകൾ പട്ടേലിനെയാണ് തുണച്ചത്. 15 PCCകളിൽ 12 PCC നെഹ്റുവിനെ പിന്തുണച്ചു. പട്ടേലിനെ പിന്തുണച്ചു. ഒരു പ്രവിശ്യയും നെഹ്റുവിൻ്റെ പേര് പറഞ്ഞില്ല. കാരണം കൃപലാനിയും മറ്റേ പട്ടേലും സ്ഥാനാർത്ഥികളാണല്ലോ. അപ്പൊ കൃപലാനിയെ തുണയ്ക്കുന്നവരും ഉണ്ടാവുമല്ലോ ആ കൂട്ടത്തിൽ. നെഹ്റുവിനെ ആരും പിന്തുണച്ചില്ല. കൃപലാനി വർക്കിംഗ് കമ്മിറ്റിയിലെ ചിലരെയും ചില ഡൽഹി നേതാക്കളെയും ചേർത്തിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നെഹ്റുവിൻ്റെ പേര് പറയിച്ചു ഗാന്ധിക്ക് വേണ്ടി. അതാണ് അന്ന് നടന്നത്. ആസാദും കൃപലാനിയും രണ്ടുപേരും പിന്നീട് അവരുടെ ഈ തീരുമാനത്തിൽ ദുഃഖിച്ചു. പരസ്യമായിട്ട് തന്നെ അവർ ഖേദം പ്രകടിപ്പിച്ചു. ആസാദ് കുറച്ചുകൂടി കൂടുതൽ, ആസാദിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഇത് എഴുതി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നല്ല പറയേണ്ടത്, ഗാന്ധി ചതിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പറയണമായിരുന്നു. പട്ടേൽ ഒരിക്കൽ ദുർഗാദാസ് എന്ന് പറഞ്ഞ വലിയ പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നല്ലോ ഡൽഹിയിൽ, അദ്ദേഹത്തിനോട് ആസാദ് പറഞ്ഞു പട്ടേൽ ആ കാര്യത്തിൽ എനിക്കൊരിക്കലും മാപ്പ് തന്നില്ല. ആസാദും പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റ് ബ്ലണ്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഹിമാലയൻ ബ്ലണ്ടർ എന്നല്ലേ ഇപ്പൊ BJP പറഞ്ഞു, ഗ്രേറ്റ് ബ്ലണ്ടർ, ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പോൾ BJPയുടെ ഗുജറാത്ത് ഘടകത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹിയായ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല, ചരിത്രത്തിൽ ഇതിനു മുമ്പ് കോൺഗ്രസിനെ നയിച്ച പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാർ പറഞ്ഞ വാക്കുകളാണ് പറഞ്ഞു. ഇനി 1929 പട്ടേൽ കോൺഗ്രസ് പ്രസിഡന്റ് ആകേണ്ടതാണ്.
അപ്പോഴും നെഹ്റുവിന് പ്രസിഡന്റ് ആക്കണമെന്ന് ഗാന്ധി പറഞ്ഞു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അന്ന് നെഹ്റുവിന് പട്ടേലിനേക്കാൾ 14 വയസ്സ് കുറവാണ്. പക്ഷേ 1928 കൽക്കട്ട സെഷനിൽ നെഹ്റു പ്രസിഡന്റ് ആയിരിക്കണം എന്ന് മോത്തിലാലിനോട് ഗാന്ധി പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരത് അനുകൂലിച്ചില്ല. മോത്തിലാൽ തന്നെ പ്രസിഡന്റ് ആയാൽ മതി എന്ന്. അപ്പോൾ അന്ന് നെഹ്റു തട്ടിപ്പോയി 1928. അപ്പോൾ 1929 പിന്നെ ഗാന്ധിയുടെ മനസ്സിൽ നെഹ്റു കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഗാന്ധി പറഞ്ഞു 1929 നെഹ്റുവിനെ ആക്കണമെന്ന് ഗാന്ധിയുടെ മനസ്സിലുള്ളത് കൊണ്ട് ഓഗസ്റ്റ് 1-ാം തീയതി ഇറങ്ങിയ യങ് ഇന്ത്യനിൽ നെഹ്റു മഹാനാണെന്ന്. ഇന്നലെ ഞാൻ അത് വായിച്ചു. അത് ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല. ഇങ്ങനൊരു അപാര മനുഷ്യൻ ലോകത്തില്ല എന്ന് യങ് ഇന്ത്യനിൽ ഓഗസ്റ്റ് 1-ന് ഗാന്ധി എഴുതിയിരിക്കുകയാണ്. ഇന്ത്യയെ പ്രസിഡന്റ് ആക്കാനുള്ള ന്യായങ്ങൾ ഏത് തരത്തിലും ഇന്ത്യക്ക് ഇപ്പോൾ യോജിച്ച ആള് 1929 തന്നെ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ കുഴിയിലേക്കെടുത്ത പ്രധാനമന്ത്രിയാണ് അല്ലേ? അതെ, എല്ലാ തരത്തിലും. ഏറ്റവും അവസാനം സ്റ്റേറ്റ്സ്മാൻ അല്ലാതായി എന്ന് സർവേപ്പള്ളി ഗോപാൽ എഴുതിയ ജീവചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം യുദ്ധം തോറ്റല്ലോ. യുദ്ധം തോറ്റിട്ട് രാജിവെച്ചിട്ട് ഹിമാലയത്തിലേക്ക് പോയി നെഹ്റു. ബ്രഷ്നേവാണ് തിരിച്ചു വിളിച്ചതെന്ന് എസ് ഗോപാൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് പോയ ആളെ പിന്നെ ബ്രഷ്നേവേ ഭാവിയായിരുന്നല്ലോ നെഹ്റു. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് 18 PCCകളിൽ 10 ഗാന്ധിയുടെ പേര് പറഞ്ഞു 1929 കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ. 5 PCCകൾ പട്ടേലിന്റെ പേര് പറഞ്ഞു. 3 PCCകളാണ് നെഹ്റുവിന്റെ പേര് പറഞ്ഞത് 1929. ആ 3 പേര് മാത്രം പറഞ്ഞ നെഹ്റുവിനെ പിടിച്ചാണ് 1929 ഗാന്ധി പ്രസിഡന്റ് ആകുന്നത്. അന്നും പട്ടേൽ പിൻവലിച്ചു. എന്ത് ത്യാഗമാണ് പട്ടേൽ ചെയ്തിരിക്കുന്നത്. പട്ടേൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ പട്ടേൽ തന്നെ ആയാലും 2 തവണ. അതുകൊണ്ട് തന്നെ നെഹ്റുവിന് ശേഷം ഒരു കുടുംബ പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റുക നെഹ്റുവിൻ്റെ അജണ്ട കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാരുടെ ആലോചനകളിൽ പോലും പട്ടേൽ ഇല്ലാതെ പോയത്. നെഹ്റുവിൻ്റെ ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ അവർ തീന്മേശയല്ലേ നെഹ്റു ഇന്ദിരാഗാന്ധി മക്കളെല്ലാം കൂടിയിട്ട് നമ്മുടെ വംശം ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ രാജവംശം ബാബറിന്റെ മറ്റേ ഖബർ കാണാൻ എല്ലാ തലമുറയും പോയില്ലേ? അതെ അതെ. അപ്പൊ പണ്ടേ ഉള്ള വംശമാണല്ലോ ഇത്. അതെ അതെ, പൗരാണികമായ വംശം, തുടർച്ചയുണ്ട്. അതെ അതെ. ആ വംശാവലിയുടെ ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാർ. അതെ, ഈ മുഖപ്രസംഗം എന്തുകൊണ്ടോ അതിൽ സത്യം മാത്രമേ ഉള്ളൂ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.